ഞങ്ങൾ ഇന്നലെ കുറച്ച് റിക്രൂട്ട്മെന്റ് ഇപ്പൊ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്, ഓരോ ആൾക്കാരെ എങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ ഇത് പറഞ്ഞ കഴിയില്ലേ, ഇപ്പൊ ഒന്ന് നമുക്കറിയാം ഈ കമ്മിറ്റ്മെന്റ് ഇന്ത്യ ഇതുള്ളതുകൊണ്ട് നമുക്ക് ഒരാളെ നമ്മൾ മാക്സിമം അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്താലേ പ്ലീസ് വരുമോ നമ്മുടെ ഗാംഗിൽ വരുമോ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഒരാളെയും എടുക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എത്ര വലിയ പ്ലെയർ ആണ് നമുക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കാൻ നമുക്കൊരു ഒരു ഒരു പ്ലാനോ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് താല്പര്യം ഉണ്ടെന്ന് പറയുന്ന അങ്ങനെ ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ കയറിയ കൊള്ളാൻ ആഗ്രഹമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് അവരെ നമ്മൾ ട്രൈ ഔട്ട്സ് ചെയ്തിട്ട് അവരുടെ കൂടെ PvP കാര്യങ്ങളും എല്ലാം കളിപ്പിച്ച് ലൈക്ക് ഒരു 1v1 കാര്യങ്ങളൊക്കെ ബേസിക്കലി 2-3 പ്ലേയേഴ്സ് കൈകളിൽ 2-3 പ്ലേയേഴ്സിന്റെ കൂടെ ഒക്കെ കളിപ്പിച്ച് അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തിട്ട് അതിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ബെസ്റ്റ് ആണെന്ന് തോന്നുന്ന, അത് ലൈക്ക് PvP മാത്രമല്ല ഓവറോൾ അങ്ങനെ 1-2 പേര് ഒക്കെ കൺഫേം ആയിട്ടുണ്ട്. 1-2 പേര് കൺഫേം ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ എല്ലാം സെറ്റ് ആക്കാണ്ട്, ലൈക്ക് കൺഫേം ആയി പറഞ്ഞാല് ഓക്കെ ഓക്കെ കുഴപ്പമില്ല എടുക്കാം എന്നുള്ള ഇതിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി ട്രൈ ഔട്ട് ചെയ്ത് എല്ലാം നോക്കിയിട്ട് വേണം സെറ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡേ ഹൗസിന്റെ അവരുടെ കേസ് സാധ്യത ഉണ്ടാവില്ല. കാരണം അവര് അങ്ങനെ വരാൻ, അവർക്ക് വേറെ എന്തോ പ്ലാൻ ഉണ്ടെന്നാണ് പറഞ്ഞ അവർ കോണ്ടാക്ട് ചെയ്ത സമയത്ത്. അപ്പോൾ അവർക്കത് അങ്ങനെ വരാനുള്ള ഒരു ചാൻസ് ഇല്ല ഡേ ഹൗസിന്റെ.